നമസ്കാരം. GUPS തടുക്ക് ദുബായ് ന്യൂസ് ബ്യൂറോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നന്ദന കെ, അൻവിത, അനുഷായു. ഗവൺമെന്റ് UP സ്കൂൾ അടുക്ക് ദുബായിൽ 2024-25 അധ്യയന വർഷം മുക്കാൽ ഭാഗവും പിന്നിടുമ്പോൾ മികവുകളുടെയും വിജയങ്ങളുടെയും വർഷമായിരുന്നു ഇതെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. മികവുകളുടെ കാര്യത്തിൽ മുൻ വർഷത്തേക്കാൾ BRC തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലും നടന്ന വ്യത്യസ്തമാർന്ന പരിപാടികളിലും മത്സരങ്ങളിലും നമ്മുടെ കൂട്ടുകാർ അവരവരുടേതായ സ്ഥാനം ഉറപ്പിച്ചു. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ഗൈഡ്സ് കുട്ടികളും സീഡ് അംഗങ്ങളും ചേർന്ന് സ്കൂൾ കോമ്പൗണ്ടിൽ വിവിധതരം തൈകൾ നട്ടു. സ്കൂൾ അടുക്കളത്തോട്ടം വിപുലീകരിക്കുകയും അത്യാവശ്യം പരിചരണം നടത്തുകയും ചെയ്തു. പയർ, വെണ്ട, ചീര, വഴുതന തുടങ്ങിയ പച്ചക്കറികൾ ഉച്ചഭക്ഷണ ആവശ്യത്തിനായി സ്കൂളിൽ ഉപയോഗിച്ചു. ഒക്ടോബർ മാസം നടന്ന സബ് ജില്ലാതല കലാകായിക ശാസ്ത്രമേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ അസംബ്ലിയിൽ അനുമോദിച്ചു. UP വിഭാഗം സബ് ജില്ലാതല കായികമേളയിൽ കിഡ്സ് ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഗണിതശാസ്ത്രമേളയിൽ UP വിഭാഗം റണ്ണറപ്പും നമുക്ക് നേടാനായി. UP വിഭാഗം ഉപജില്ലാ കലോത്സവത്തിൽ മലയാളം കവിതാ രചനയിൽ A ഗ്രേഡ് നേടിയ ശ്രേയ PM ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്ത് A ഗ്രേഡിന് അർഹയായി. വിദ്യാലയവും പൊതുസമൂഹവും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിൻ്റെ ഭാഗമായി നവംബർ 14-ന് KWCIC ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ 1-2 ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രച്ഛന്ന വേഷ മത്സരം നടത്തുകയുണ്ടായി. 1, 2, 3 സ്ഥാനം നേടിയവരെ അനുമോദിക്കുകയും സമ്മാന വിതരണം നടത്തുകയും ചെയ്തു. കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന സ്കൂൾ ടീമിന് ജേഴ്സി, ഷൂ എന്നിവ മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ അബ്ബാസ് ബീഗം സ്കൂളിൽ വെച്ച് വിതരണം ചെയ്തു. ശിശുദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ വിവിധ കലാപരിപാടികൾ ശിശുദിനത്തിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നതായിരുന്നു. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടന്ന കുട്ടികളുടെ ഹരിതസഭയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും കുട്ടികൾ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നവംബർ മാസം സുനിത ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഫാബ്രിക് പെയിന്റ് ആർട്ട് ശില്പശാല സംഘടിപ്പിച്ചു. കുട്ടികളുടെ കരകൗശല നിർമ്മാണ വസ്തുക്കളുടെ പ്രദർശനവും നടന്നു. സന്ദേശം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തുപെട്ടി പരിപാടിയുടെ ഭാഗമായി നടന്ന ആസ്വാദനക്കുറിപ്പ് മത്സരത്തിലെ വിജയികളെ ലൈബ്രറി ഭാരവാഹികളും PTA അംഗങ്ങളും കൂടി അനുമോദിച്ചു. നവംബർ 6-ന് സ്കൂൾ തല വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന സർഗോത്സവം പരിപാടിയിലെ വിജയികളെ നവംബർ 16-ന് AUPS ബോവിക്കാനത്ത് വെച്ച് നടന്ന ഉപജില്ലാ പരിപാടിയിലും പങ്കെടുപ്പിച്ചു. പാഠഭാഗവുമായി ബന്ധപ്പെട്ട് 3-ാം ക്ലാസ്സിലെ കുട്ടികൾ സംഘടിപ്പിച്ച പലഹാരമേള അപ്പാണ്യം നവംബർ 26-ന് വളരെ നല്ല രീതിയിൽ നടന്നു. പ്രാദേശിക വിഭവങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഈ പരിപാടി. LP വിഭാഗം കുട്ടികളുടെ മുഴുവൻ സാന്നിധ്യവും ഉണ്ടായിരുന്നു. കുട്ടികളുടെ വിവിധ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനായി ദേശീയ തലത്തിൽ നടത്തുന്ന ഒരു ഇന്നോവേറ്റീവ് പരിപാടിയാണ് സ്കൂൾ ഇന്നോവേറ്റീവ് മാരത്തോൺ. രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിനുതകുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള അവസരം കുട്ടികൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു. 6 മുതൽ 12 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരം. നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും ഏതാനും കുട്ടികൾ അവരുടെ ഐഡിയകൾ ഇതിൽ പങ്കുവച്ചിട്ടുണ്ട്. ദേശീയ നിക്ഷേപ പദ്ധതി സഞ്ജയിക കാസർഗോഡ് ജില്ലയിൽ മികച്ച സമാഹരണം നടത്തിയതിൻ്റെ ഉപഹാരം GUPS അടുക്ക ദുബായിൽ കരസ്ഥമാക്കി. ഡിസംബർ 20-ന് നടന്ന പരിപാടിയിൽ കാസർഗോഡ് ജില്ലാ കളക്ടറിൽ നിന്നും സഞ്ജയിക ചുമതലയുള്ള അധ്യാപികമാരായ മീനാക്ഷി ടീച്ചറും ശോഭ ടീച്ചറും ഹെഡ് മാസ്റ്ററും ബഹുമതി ഏറ്റുവാങ്ങി. നവംബർ 18-19 ദിവസങ്ങളിൽ നടന്ന കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഫുട്ബോൾ ടൂർണമെന്റിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ GUPS അടുക്ക ദുബായിൽ ചാമ്പ്യന്മാരായി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നവംബർ 27-ന് ഉപജില്ലാതല ഗണിതശാസ്ത്ര ഭാസ്കര്യാചാര്യ സെമിനാറിൽ നന്ദന കെ പങ്കെടുക്കുകയും 1-ാം സ്ഥാനം നേടുകയും ചെയ്തു. BM ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ NSS യൂണിറ്റിലെ സപ്തദിന ക്യാമ്പും ഡിസംബർ 21-ന് നമ്മുടെ സ്കൂളിൽ നടന്നു. ഡിസംബർ 20-ന് UP വിഭാഗം കുട്ടികളുടെ മില്ലറ്റ് ഫെസ്റ്റ് നടന്നു. ബഹുമാനപ്പെട്ട HM പരിപാടി ഉദ്ഘാടനം ചെയ്തു. റിജിന ടീച്ചർ മില്ലറ്റുകളുടെ പ്രാധാന്യത്തെപ്പറ്റി കുട്ടികളോട് സംസാരിച്ചു. രജിഷ ടീച്ചർ പരിപാടിക്ക് നന്ദി പറഞ്ഞു. കുട്ടികളുടെ സ്കൂൾ വാർത്താ പ്രക്ഷേപണ യൂണിറ്റിന് ഡിസംബർ 31-ന് തുടക്കം കുറിച്ചു. ന്യൂസ് ബ്യൂറോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.